ഇതുവരെ മരുമോളുടെ സ്വർണം വാങ്ങി വെക്കാൻ ഞാൻ തടി എടി എന്താണെന്ന് മുട്ടുകുത്തി കടി മുട്ടുകുത്തി നിക്കടേ. ഞാൻ പറയുന്നത് വരെ നീ ഇവിടെ തന്നെ ഇരുന്നോളണം. കുറച്ച് ദിവസം കഴിയട്ടെ, അവളുടെ ബന്ധുക്കളെല്ലാം വീട്ടിൽ വരുന്നതല്ലേ, അത് കഴിയുമ്പോൾ ഞാൻ വാങ്ങി വെച്ചു. ഓഹോ, അപ്പൊ ഞാൻ പറയുന്നത് അനുസരിക്കാതെ നീ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്തു തുടങ്ങി അല്ലേ? കേൾക്കാത്തോണ്ടല്ല, പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മളെല്ലാം വാങ്ങി വെച്ചാൽ നമ്മൾ പറയത്തില്ലേ? നമ്മളല്ല, നീയാണ് വാങ്ങേണ്ടത്. ഞാനാണ് ഭർത്താവ്, നീയല്ല. അതോ എന്നോടുള്ള പഴയ പേടിയൊക്കെ പോയോ നിനക്ക്? അയ്യോ അല്ല, കിരൺദാസിന്റെ പേര് ആരും വെളിയിൽ സംസാരിക്കരുതെന്ന് കരുതിയിട്ടാണ്. അയ്യോ, നീ എന്നെ സംരക്ഷിക്കൊന്നും വേണ്ട. നാളെ നിന്റെ ഉരുപ്പടികളുടെ കൂടെ അവളുടെ ഉരുപ്പടികളും കൂടി കാണണം, മനസ്സിലായോ? അമ്മേ, അച്ഛാ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. ഈ സമയത്ത് നിങ്ങളിത് എങ്ങോട്ടാ? ഒരു പടത്തിന് പോവാ, ഒരു 1:30 ആകുമ്പോ എത്തും. ശരി. അമ്മ എന്ത് കണ്ണ് ചുവന്നിരിക്കുന്നത്? അതെ, നല്ല ചൊറിച്ചിലേ കണ്ണിനെ. ഞാനൊരു ഇച്ചിരി ഇളനീർ കുഴമ്പിട്ട് കൊടുത്തതാ. എടി, ഇവരുടെ റൊമാൻസ് കണ്ട് നമ്മൾ പേടിക്കണം. ശരി, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. എളുപ്പം വരണം കേട്ടോ മോനെ. വരാം. ശരി. എന്തൊരു തള്ളയടി നീ. കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് മകനെ മരുമോളെ അങ്ങ് കയറൂരി വിട്ടേക്കോണം. എല്ലാം അങ്ങ് സമ്മതിച്ച് കൊടുത്തേക്കുവാണ്. എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എപ്പോൾ പോകുന്നു, ഇതെല്ലാം അന്വേഷിക്കേണ്ട ചുമതല നിനക്കില്ലേ? ഇങ്ങനെ കയറൂരി വിട്ടാലേ അവരങ്ങ് കയ്യിൽ നിന്ന് പോകും. പ്രത്യേകിച്ച് ആ രശ്മി, അത് ഓർത്ത് വേണം നീ പെരുമാറാൻ. അവളെ ചിട്ട പഠിപ്പിക്കേണ്ടത് നീയാണ്. അതല്ലെങ്കിൽ അവള് ചെയ്യുന്നതിന് കൂടി നീ എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കും കേട്ടോ. അമ്മേ, വാ, നമുക്കും കൂടെ വെക്ക്, ഇരിക്കാം. വേണ്ട മോളെ. അതെന്താ അമ്മേ? വാ, നമുക്കൂടെ ഇരിക്കാം, ഒന്നിച്ച് കഴിക്കാലോ. നമുക്ക് ഇപ്പൊ ഇരിക്കണ്ട, അവര് കഴിച്ച് എഴുന്നേൽക്കട്ടെ, എന്നിട്ടിരിക്കാം. ഇതൊക്കെ എവിടത്തെ ആചാരമാ? ഞങ്ങളുടെ വീട്ടിൽ ഇതൊന്നും ഇല്ല. നിങ്ങൾ രണ്ടുപേരും ഇരിക്ക്, നമുക്ക് കഴിക്കാം. വാ അമ്മ, ഇരിക്കും, നമുക്കിവിടെ കഴിക്കാം. നിന്റെ വീട്ടിൽ പലതും നീ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും, ഇവിടെ അത് പറ്റില്ല. ഞാൻ ഇവരുടെ കൂടെ ഒന്ന് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞ അമ്മയ്ക്ക് എന്താ പ്രശ്നം? ഒരുമിച്ചിരുന്ന് സന്തോഷമായിട്ട് സംസാരിച്ച് ആഹാരം കഴിച്ചാലേ നമ്മളൊരു കുടുംബം ആവുള്ളൂ. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. മതി. ഇനി നിങ്ങൾ തമ്മിൽ ഇതിനൊരു വഴക്ക് വേണ്ട. എന്താ സുനിത ഇത്? ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളുടെ കാലത്തെ പോലെയല്ല. അതനുസരിച്ച് നമ്മളാ മാറേണ്ടത്. മോളിരിക്കണമെങ്കിൽ ഇരിക്കട്ടെ. കണ്ടോ, അച്ഛന്റെ കാര്യം മനസ്സിലായി. അച്ഛൻ ശരിയുടെ കൂടെയാണ്. അമ്മ ആവശ്യമില്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടാക്കണം. അമ്മ ഇരുന്ന് നമുക്ക് കഴിക്കാം. ഞാൻ ഇരിക്കുന്നൊന്നുമില്ല, നീ വേണമെങ്കിൽ ഇരിക്കെ, ഞാൻ പോവുക. തനിക്ക് അമ്മയുടെ സംസാരം കേട്ടിട്ട് അമ്മയുടെ ദേഷ്യമൊന്നും തോന്നരുത്. എന്തിന്? അമ്മ പണ്ട് തൊട്ടേ ഇങ്ങനെ അച്ഛനോട് ഭയങ്കര ബഹുമാനമാണ്. അച്ഛനൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും അമ്മ എല്ലാം ഇങ്ങനെ ചെയ്യും. അച്ഛനെ ബഹുമാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ പാടില്ലല്ലോ. അച്ഛനെ ദൈവത്തെ പോലെ കാണുന്നത്, പിന്നെ അച്ഛൻ്റെ അടുത്തിരിക്കാൻ പാടില്ല, സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഇതൊക്കെ എന്താ ഇത്? അവർ ഇത്രയും വർഷം അങ്ങനെ ജീവിച്ചു വന്നതല്ലേ, നമുക്കത് മാറ്റാനൊന്നും പറ്റില്ല. അമ്മയ്ക്ക് അച്ഛനോട് ഒരുതരം ആരാധനയാണ്. അച്ഛൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല കേട്ടോ. ഇതുവരെ അച്ഛൻ സ്വന്തമായിട്ട് എന്തെങ്കിലും വേണമെന്നോ ചെയ്യണമെന്നോ അമ്മയോട് പറഞ്ഞ് ഞാൻ ഈ വീട്ടിൽ കേട്ടിട്ടില്ല. അമ്മ എങ്ങനെയാ അച്ഛനെ ഒരു ദൈവത്തെ പോലെ കാണുന്നത്, അതിന് മാറില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അമ്മ പേടിച്ച് പറയും പോലെയാ. അമ്മയുടെ മനസ്സെന്നല്ല ഇതൊന്നും പറയുന്നത്. അമ്മ ആരെയോ പേടിച്ച് സംസാരിക്കും പോലെ തോന്നുന്നുണ്ട് എനിക്ക്. നിനക്ക് എന്തൊക്കെയാ തോന്നുന്നത്? എന്തായാലും നീ കാര്യമാക്കണ്ട. നീ അച്ഛനോട് തർക്കിക്കാൻ പോവാതിരുന്നാൽ മതി. അമ്മ ഓക്കെ ആയിരിക്കും. അച്ഛന് വേണ്ട പരിഗണനയും ബഹുമാനവും ഒക്കെ നീ കൊടുക്കണം. എന്നാ അമ്മയും നീയുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അച്ഛനോട് അതിനെനിക്ക് ബഹുമാനക്കുറവൊന്നുമില്ല. പക്ഷെ അമ്മ കാണിക്കുന്ന ഈ ഓവർ പരിഗണനയാണ് എൻ്റെ പ്രശ്നം. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതൊക്കെ ശീലമാവുന്നു. പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് വിട് നീ. അവരായി അവരുടെ പാടായി. അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ തലയിടാൻ പോണ്ട. സുനിത, ഇങ്ങോട്ടൊന്ന് കയറി വന്നേ. എന്താ നീ പറയുന്നത് ഇങ്ങോട്ട് കയറി വരാനാ പറഞ്ഞത്. ഇങ്ങോട്ടൊന്ന് നോക്കിയേ.
എന്താന്ന് മനസ്സിലായോ? ഇല്ല. മനസ്സിലായില്ലേ? ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയേ. അങ്ങോട്ട് നോക്ക്. ഡേ, എന്റെ തുണികളുടെ കൂടെ രശ്മിയുടെ തുണിയും കൂടി ഉണക്കാൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. മനസ്സിലായോ നിനക്ക്? അവൾ എന്നോട് ചോദിച്ചില്ലായിരുന്നു. എടി, ഇതാണ് പറഞ്ഞത്. നിന്നെയൊക്കെ എന്തിനു കൊള്ളാം? എടി, എനിക്കിതൊന്നും ഇഷ്ടമല്ല. മരുമകളെ ചൊൽപ്പടിക്ക് നിർത്താൻ പഠിക്കണം. നീ എന്നെ പേടിക്കുന്നത് പോലെ മരുമകളും പേടിക്കണം. നീ എന്നെ ബഹുമാനിക്കുന്നത് പോലെ അവളും എന്നെ ബഹുമാനിക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവളെ നീ അത് പഠിപ്പിക്കണം. മനസ്സിലായോ? അവളെ അങ്ങനെ ആക്കിയെടുക്കേണ്ടതേ നിന്റെ ഉത്തരവാദിത്തമാണ്. അവൾ വന്നതല്ലേ ഉള്ളൂ, ശരിയായിക്കോ. എന്നാ നിനക്ക് കൊള്ളാം. ഈ കിടക്കുന്ന തുണിയൊക്കെ ഉണ്ടല്ലോ, വീണ്ടും കഴുകി വിരിച്ചോളണം. എൻ്റെ തുണിയുടെ കൂടെ ആരുടെയും തുണിയിടണ്ട. അവളെ ആ തുണി തൊടാനും സമ്മതിക്കരുത്. ഇന്നലെ അവള് കാലുമേ കാലും കയറ്റി വെച്ച് ആ സോഫയിൽ ഇരിക്കുന്നുണ്ടല്ലോ, നീ കണ്ടില്ലേ? ഇതെല്ലാം നിന്റെ പിടിപ്പ് കേടാണ് സുനിതേ. എല്ലാം പറഞ്ഞ് ശരിയാക്കിക്കോളണം. ഞാൻ പറഞ്ഞോളാം. പറഞ്ഞ പോരാ, ഓർഡർ ഇടണം, അനുസരിപ്പിക്കണം. മനസ്സിലായോ? ഇപ്പൊ നീ തുണിയൊന്നും എടുത്ത് വിരിച്ചിടാൻ നിൽക്കണ്ട. 10 മിനിറ്റ് വെയിലത്ത് നിൽക്കേ, എന്നാലേ നീ പഠിക്കൂ. സുനിതേ, സുനിതേ, നീ എവിടെ പോയി കിടക്കായിരുന്നു? വെയിലത്ത് നിന്നിട്ട് നല്ല തലവേദനയായിരുന്നു, ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. ഞാനൊന്ന് ബാങ്ക് വരെ പോവുക. തിരിച്ചു വരുമ്പോൾ കുളിക്കാനുള്ള വെള്ളം ചൂടായിരിക്കണം, ഇളം ചൂട്. മനസ്സിലായോ? ഇതെന്ത് കോലം അടി? അമ്മേ, ഇത് ഫേസ് മാസ്കാ. ഇതിട്ട സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആവും. അമ്മ വന്നേ, ഞാൻ അമ്മയ്ക്ക് വിട്ടുതരാം. അമ്മയുടെ ഫേസിൽ ഇട്ടുതരാം. എനിക്കൊന്നും വേണ്ട, കിരണിന്റെ അച്ഛൻ കാണണമെങ്കിൽ അത് മതി. അച്ഛൻ പുറത്തു പോയില്ലേ? അമ്മ വന്ന് ഞാൻ ഇട്ടുതരാം. ഇത് നാച്ചുറലാ. അമ്മ നോക്കിയോ, ഇതിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോ അമ്മയുടെ സ്കിൻ എന്ത് ഗ്ലോയിങ് ആയിരിക്കും അറിയോ? വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ? നാച്ചുറലാ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താ ഇത്? അച്ഛൻ ബാങ്കിൽ പോയിട്ട് പെട്ടെന്ന് വന്നോ? ആ, വന്നു. പാസ്ബുക്ക് എടുക്കാൻ മറന്നു. ഇതേ കണ്ണിന്റെ വേണ്ട മോളെ, മതി, ഇട്ടത് മതി. എടീ, എന്നോട് അവളുടെ അടുത്ത് അകലം പാലിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നീ എന്താ അവളുടെ കൂടെ കൂടിയിട്ട് കുട്ടിക്കളി കളിക്കുന്നോ? കുട്ടിക്കളി കളിക്കുന്നോ? മുഖത്തൊക്കെ ചായം പൂശിട്ട് ബെൽറ്റ് എടുത്താലേ നീ അടങ്ങുള്ളൂ അല്ലേ? എടി, ആര് കേൾക്കാനടി നീ ഒച്ചെടുക്കുന്ന? ആര് കേൾക്കാൻ? ഉപ്പ് മുളക് കൊടുത്തും പാടി ഞാൻ പഠിപ്പിച്ചു തരാം നിന്നെ. ശബ്ദം കേൾക്കരുത്, ശബ്ദം കേൾക്കരുത്. കിരൺ, ഇത്രയും വർഷമായിട്ട് കിരണിന്റെ വീട്ടിൽ നടക്കുന്നത് കിരൺ അറിയുന്നില്ലേ? എന്ത് മകനാ താൻ? എന്തുപറ്റി? ഇന്ന് കിരണിന്റെ അച്ഛൻ അമ്മേനെ തൊഴിക്കുന്നതും അടിക്കുന്നതും ചീത്ത കളിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവരുടെ പിറകെ പോയി അവരുടെ രീതികളൊന്നും തിരുത്താൻ നോക്കണ്ടെന്ന്? പിന്നെ ഇതൊക്കെ നിനക്ക് തോന്നിയതായിരിക്കും, വെറും ഇമാജിനേഷൻ. അച്ഛനെ അമ്മയെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. പിന്നെ അമ്മയ്ക്ക് അച്ഛനെന്ന് പറഞ്ഞ ജീവന. അതെ, വേറൊന്നും കൊണ്ടല്ല, പേടിച്ചിട്ടാ. ഇനി അടി കിട്ടുമെന്നുള്ള പേടി. നീ അവിടെ പോയി ഒളിഞ്ഞു നോക്കിയ? ഇപ്പൊ നോക്കിയതാണോ പ്രശ്നം? അച്ഛന്റെ ഈ സ്വഭാവം കണ്ടിട്ട് കിരണൊന്നും തോന്നില്ലേ? എനിക്കറിയാത്തതാണോ തനിക്കറിയാൻ പോകുന്നത്? നീ പറയുന്ന പോലെ ഒരാളൊന്നും അല്ല അച്ഛൻ. അമ്മയെ ഒരു വാക്കുകൊണ്ട് പോലും അച്ഛനെ ഉപദ്രവിക്കാറില്ല. ഓ, അപ്പൊ ഞാൻ കളിയായി. പാവത്തിനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട് സഹിക്കാൻ വയ്യാതെ കിരണോട് പറഞ്ഞ. കിരൺ എന്തെങ്കിലും ചെയ്യുമെന്നാ വിചാരിച്ച. ഇനി ശരിക്കും ഇവള് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം കാണോ? എടാ, അതെ, ഇത് കണ്ടോ? ഇത് 25 ലക്ഷത്തിന്റെ ചിട്ടിയാണ്. നോക്കി. നിന്റെ അടവ് എങ്ങനെ? അടവ് നീ ഒരു 15 ഇടാമെങ്കിൽ ഞാൻ ഒരു 10 ഇട്ട് അങ്ങനെ എത്ര മാസത്തേക്കുണ്ട്? 2 കൊല്ലം. അമ്മയുടെ കൈ എന്തോ ചോന്നിരിക്കുന്നത്? അത് അടുക്കളയിലൊന്ന് വീണതാ. വീണപ്പം ഇവിടെ എങ്ങനെ മുറിഞ്ഞ്? അതൊന്നുമില്ല മോനെ, കുടിക്ക്. ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്? അതെന്തെങ്കിലും മരുന്നിട്ടാൽ മതി, മാറിക്കോളും.
നീ ആ ചിട്ടയുടെ കാര്യം ഒന്ന് നോക്കി. നോക്കാം. ഡേ, നീ എന്നെ അവരുടെ മുമ്പിൽ കൊടുക്കാൻ ഇറങ്ങിയിരിക്കണോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മുറിവുകളും ചതവുകളും ഒക്കെ മറച്ച് വേണം ഇവിടെ നിന്ന് പുറത്തിറങ്ങാനെന്ന്. വന്നു നിനക്ക് എന്റെ വാക്കിന് വിലയില്ല. അതല്ലടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മേലോ നീ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞതനുസരിക്കാതെ ഈ മുറിവുകളും പാടുകളും പുറത്ത് കാണിച്ചാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞ അനുസരിക്കാൻ നിനക്കറിയില്ലേ? അറിയില്ലേ നിനക്ക്? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ശ്രദ്ധിച്ചില്ലായിരുന്നോ? എങ്കിൽ ഇനി എല്ലാവരും കാണുന്ന രീതിയിൽ ഞാൻ ആക്കിത്തരാൻ വേണ്ടി നീ പോയി ആ ചട്ടുകം പൊള്ളിച്ചോണ്ട് വാ. അനുസരിക്കടി. വേണ്ടാന്നോ? പോയി പൊള്ളിച്ചോണ്ട് വാടി. അല്ല, നിങ്ങള് ഷോപ്പിങ്ങിന് പോകുന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഇത്ര പെട്ടെന്ന് വന്നത്? ഞങ്ങൾ ഷോപ്പിങ്ങിനൊന്നും പോയതല്ല. ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത നേരത്ത് ഈ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കിരൺ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കള്ളം പറഞ്ഞേ. അതെ, ചട്ടുകം അമ്മയ്ക്കല്ല, നിങ്ങളുടെ മേത്താ വെക്കണ്ടേ. നിങ്ങൾ എൻ്റെ അമ്മയെ ഇത്രയും നാള് കൊല്ലാഞ്ഞത് ഭാഗ്യം. കൊന്നിനെ നാട്ടുകാരറിയില്ലേ? എന്തിനാ അമ്മ ഇത്രയും നാൾ ഇതെല്ലാം സഹിച്ചിരുന്നിട്ട് ഒരു വാക്ക് പോലും അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ? ഇന്നലെ വന്ന് ഇവള എന്നോട് ഇതെല്ലാം പറഞ്ഞത്, അത് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇന്നിതെല്ലാം കൂടെ കേട്ടപ്പോ ഭാര്യമാരെ അങ്ങനെ അടിച്ചെന്നും വഴക്ക് പറഞ്ഞെന്നൊക്കെ ഇരിക്കും. അതെല്ലാം മക്കളറിയണമെന്നില്ല. സ്വന്തം ഭാര്യയെ ബെൽറ്റ് കൊണ്ട് അടിക്കുന്നതും ചട്ടുകം വെച്ച് പൊള്ളിക്കുന്നതല്ലേ തന്റെ ഹോബി? ഇനി ഇതെങ്ങാനും ഈ വീട്ടിൽ നടന്നാൽ ഒന്നുകിൽ ഞങ്ങള് അല്ലെങ്കിൽ നിങ്ങൾ ഇതിലൊരു കൂട്ടരെ വീട്ടിൽ കാണത്തുള്ളൂ. ഇതുകൂടെ കേട്ടോ, എൻ്റെ അമ്മയുടെ മേലെ ഇനി തൻ്റെ കൈ ഉയർന്നാൽ സ്വന്തം തന്തയുടെ കൈ വെട്ടിയ കേസിൽ ജയിലിൽ പോകാനേ എനിക്കൊരു പേടിയുമില്ല.